നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ എന്റെ ഈ കാക്ക കണ്ണിലൊന്നും പെടാതെ പോവില്ല. അപ്പച്ചി എന്താ കണ്ടത് അത് പറയും. 1-2 മുദ്രക്കടലാസും കൊണ്ട് സ്വാമി അങ്ങോട്ട് ചെല്ലുന്നു. ഇവളുടെ ഡാഡി അതിൽ നീട്ടി വരെ ചൊപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ടേ ഒരു ഡയലോഗും, സ്വാമി വിശ്വസിച്ച് ഞാൻ ഇതെല്ലാം അങ്ങ് ഏൽപ്പിക്കുവാണെന്ന്. ഇനി മറ്റേ സംഭവമല്ലോ ആയിരിക്കൂ, പവർ ആന്റണി, പവർ ഓഫ് അറ്റോണിയോ. അങ്ങനെ ആയിരിക്കോ? വാ ചോദിക്കാം, എന്താന്ന് അറിയണമല്ലോ. അക്ഷര, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എന്തെങ്കിലും ലോണിന്റെ പേപ്പർ വല്ലതും ആയിരിക്കും. അല്ലാതെ സാർ അങ്ങനെ എടുത്തു ചാടി മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയൊന്നുമില്ല. പിന്നെ ലോണിന്റെ ഏത് ബാങ്കുകാരാ മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചിട്ട് ലോൺ കൊടുക്കുന്നേ? എന്നാ പിന്നെ വല്ല വട്ടിപ്പലിശക്കാർക്കും ഉള്ളതായിരിക്കും. അതിന് സാധ്യതയുണ്ട്. അക്ഷര വന്നേ. എന്നാ ശരി സാറേ, ഞാൻ ഇറങ്ങട്ടെ. സ്വാമി അവിടെ നിന്നേ. ഡാഡിയെ കൊണ്ട് ഏതൊക്കെ പേപ്പറിലാണ് ഒപ്പിടിച്ചത്? ഏതൊക്കെ പേപ്പറിലാണ് ഒപ്പിട്ടതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത്യാവശ്യം അക്ഷരാഭ്യാസമുള്ള ആളാണല്ലോ ഞാൻ. കണ്ണിന്റെ കാഴ്ചയ്ക്കും വലിയ കുറവൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നീ ഇതിലിടപെടണ്ട. സാറ് എന്തൊക്കെ പേപ്പറുകളിലോ ഒപ്പിട്ട് കൊടുക്കുന്നെന്ന് അറിയാനുള്ള അവകാശം അക്ഷരയ്ക്കില്ലേ സർ? സാറ് തന്നെയല്ലേ പറയാറ് എടുത്തു ചാടി അബദ്ധങ്ങളിൽ പെടരുതെന്ന്? ഞാൻ അങ്ങനെ സാറിന് അബദ്ധത്തിൽ ചാടിക്കുന്ന ആളല്ല. ഇത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള കാര്യത്തിന് തന്നെയാ. സ്വാമി ഇവരോട് വിശദീകരിക്കാൻ നിൽക്കണ്ട. സ്വാമി പോകാൻ നോക്ക്. ശരി സാർ. നിക്കടോടെ, ആ കടലാസ് ഒന്ന് കാണിച്ചിട്ട് പോയാ മതി. അത് വേണ്ട സാറേ. അക്ഷരയുടെ മേല് നോവിച്ചുള്ള കാര്യങ്ങളൊന്നും വേണ്ട.